ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടൺ കൂടി അമർത്തണം കേട്ടോ. അപ്പോൾ എവിക്ഷൻ പ്രക്രിയയിലേക്ക് ലാലേട്ടൻ കടക്കുമ്പോൾ ഫസ്റ്റ് ആദ്രേനെയാണ് പിടിക്കുക. ആദ്രയും ഷാനവാസും എവിക്ഷനിലില്ലല്ലോ. അപ്പോൾ അതിലോട് ചോദിക്കുന്നത് ആരെയാണ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആദ്ര അത്യാഗ്രഹം മൂത്ത് പറയുകയാണ് നൂറയെയും അനുമോളയെയും സേവ് ചെയ്യണമെന്ന്. അതൊന്നും പറ്റില്ല. രണ്ടുപേരെ എങ്ങനെ സേവ് ചെയ്യും? ഒരാളെ പറയുമെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയുന്നത് നൂറയെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറയെ സേവ് ചെയ്യില്ല, അനുമോളെ സേവ് ചെയ്യാം എന്ന് പറഞ്ഞ് അനുമോളെ സേവ് ചെയ്തു. അപ്പോൾ തന്നെ ആതിരയുടെ മനസ്സാകെ തകർന്നു. കാരണം നൂറയും വിചാരിച്ചു, ഓ നൂറയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അനുമോളെ സേവ് ചെയ്തു. എന്നിട്ട് അനുമോളോട് പറയും ആരെയാണ് സേവ് ചെയ്യാൻ പോണതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും നൂറയാണ്. അപ്പോൾ ഓ നിങ്ങൾ എന്ത് കളിയാണിത്, 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് കളിക്കുന്നത് എന്ന് പറഞ്ഞ് ലാലേട്ട് ശകാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വേറെ ആളെ പേര് പറയുന്നു. അപ്പോൾ സാബുമ്മേനെ പറയുന്നുണ്ട്. അപ്പോൾ സാബുമ്മൻ പറയുന്നുണ്ട്. സാബുമ്മൻ വന്നിട്ട് പറയുമ്പോൾ സാബുമ്മനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം ആര്യനെ പറയുന്നുണ്ട് സാബുമ്മൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്യനെ പറയുന്നു. അപ്പോൾ ആര്യൻ എന്നെ പറയുമ്പോൾ വേറൊരാൾ ചോദിക്കുക ആര്യനാണല്ലോ ഈ വട്ടം പോകുന്നത്, അപ്പോൾ ആര്യനെ സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. വേറൊരാൾ അപ്പോൾ അനീഷിനെ സേവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനീഷിനെ സേവ് ചെയ്യുമ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ആരെ സേവ് ചെയ്യണമെന്ന്. അപ്പോൾ ആര്യനെയും നൂറയെയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറയെ സേവ് ചെയ്യാം എന്ന് പറഞ്ഞ് നൂറയെ എടുത്തു. അപ്പോഴാണ് ശരിക്കും ആതിരയുടെയും നൂറയുടെയും ഒരു ശ്വാസം നേരെ വീണത് കേട്ടോ. അപ്പോൾ ആര്യൻ അപ്പോഴും അവിടെ കിടക്കുക. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആര്യനാ പോകുന്നതെന്ന്. അപ്പോൾ നൂറോട് ചോദിക്കുന്നത് ആരെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അക്ബറിനെയോ അല്ലെങ്കിൽ ആര്യനെയോ സേവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിനെ സേവ് ചെയ്തു. അപ്പോഴും ആര്യനെ അവിടെ എടുത്തിട്ടു കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നെവിനും ആര്യനും മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റിൽ കിടക്കുന്നത്. ബാക്കി എല്ലാവരും സേവ് ചെയ്ത് വന്നു. അപ്പോൾ നെവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, പ്രഷർ കുക്കറിൽ ഇട്ട പോലെയാണ് എന്നെ തോന്നിയത്. ഷാനവാസ്ക നിങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്, സോറി കേട്ടോ, ഞാൻ അങ്ങനെ പെട്ടെന്ന് പ്രഷറിൽ ചെയ്തു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും വരുമ്പോൾ എല്ലാവരും 100 ഡേയ്സ് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്, പിന്നീടാണ് അഗ്രഷൻ അങ്ങോട്ട് തുടങ്ങും എന്ന് പറയുന്നുണ്ട്. ആര്യൻ എന്ത് പറയുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് തെറ്റ് പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കറിയില്ല എപ്പോഴൊക്കെ എന്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന്, ജനങ്ങൾ എന്ത് കരുതിയെന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ 100 ദിവസം നിൽക്കും, ഞാൻ ഭയങ്കര മോറലായിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ സ്പിരിച്വാലിറ്റി അങ്ങോട്ട് മറന്നു പോവുകയാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ക്യാപ്റ്റൻ ആരെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സജസ്റ്റ് ചെയ്ത് പോകൂ എന്ന് പറയുന്നത്. ആരാ പോകണമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ സജസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നെവിനും ആര്യനും കൂടി നൂറേനെ പറയുന്നുണ്ട്. നൂറെ ക്യാപ്റ്റനാക്കി കഴിഞ്ഞു. അങ്ങനെ പിന്നെ ലാലേട്ടൻ ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നു, നെവിൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യനാണ് ഔട്ടായിരിക്കുന്നത്. അങ്ങനെ ആര്യൻ്റെ അടുത്ത് പറയുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ആളാണ്, ഇവർ തന്നെ അയ്യോ എന്ന് കൂടി പറഞ്ഞു പ്രേക്ഷകർ, ഞെട്ടിപ്പോയിട്ടുണ്ട് ഇവരൊക്കെ. ആര്യൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഡെഫിനറ്റ്ലി സാഡായിരിക്കും, കാരണം 2 വീക്സല്ലേ ഉള്ളൂ, അപ്പോൾ അതിനുള്ളിൽ സാഡായിരിക്കും, പക്ഷേ ബ്രില്യൻറ്റ് പ്ലെയർ ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഓക്കെ.